ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മിന്ത്ര ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അഫോർഡബിൾ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഓവർ സൈസ് ആയിട്ടുള്ള ഷർട്ട്സും അതുപോലെ ഒരു എത്നിക് വെയറും പിന്നെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ ഒക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പൊ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിച്ചിരുന്ന ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് ആണ് കേട്ടോ. നല്ല പർപ്പിൾ കളറിൽ വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് ആണ്. നല്ല ക്വാളിറ്റിയിലാട്ടോ അത് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇത് ഡ്രസ്സറി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ഷർട്ടാണ് കേട്ടോ. ഡ്രസ്സറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മിന്ത്രയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ്. അപ്പം ഇത് വന്നിട്ട് നല്ല ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാട്ടോ അത് വന്നിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഫ്രണ്ട് അങ്ങനെ അതുപോലെ സാധാരണ നമ്മുടെ കോളറൊക്കെ വന്നിട്ട് ഒരു സെയിം ആ ഒരു പർപ്പിൾ കളറിലുള്ള ഫുൾ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ സ്ലീവ്സ് വന്നിട്ട് ഇതുപോലെയാണ്. സ്ലീവ്സ് ഇവിടെ അങ്ങനെ 3 ബട്ടൺസ് വന്നിട്ട് ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത്. സ്ലീവ്സ് വന്നിട്ടുള്ളത്. അതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വേറെയും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രീൻ, നല്ല ഡാർക്ക് ഗ്രീന്, അതുപോലെ ലൈറ്റ് ഗ്രീന്, ബ്ലാക്ക്, കുറെ കളേഴ്സ് ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെയാണെന്നുണ്ട്, പക്ഷെ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. പിങ്ക് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള പിങ്ക് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇത് ഓഫറിലാണ്. ഞാനിത് വാങ്ങിച്ചപ്പോൾ 424 രൂപയാട്ടോ അതിന്റെ പ്രൈസ് വന്നിട്ട്. അപ്പം ഇപ്പൊ അത് ഒന്നും കൂടെ കുറഞ്ഞിട്ട് 300 സംതിങ് അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു പ്രൈസിനാട്ടോ ഇത് ഈ കളർ എല്ലാം നമുക്ക് ആ ഒരു പ്രൈസിനാണ് അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ്, അടിപൊളിയാണ്. ഇതിന്റെ സൈസ് വന്നിട്ട് ഞാൻ ചൂസ് ചെയ്തത് മീഡിയം ആണ് സൈസ് ചൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് ഓവർ സൈസ്ഡ് ആണല്ലോ, അപ്പൊ ഞാൻ മീഡിയം ചൂസ് ചെയ്തിട്ടുള്ള. അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല ലൂസാട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ വീതി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവായിരിക്കും. അത്യാവശ്യം നല്ല ഒരു രീതിയിലായിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്കൊന്ന് മീഡിയം തന്നെ അത്യാവശ്യം നന്നായിട്ട്, എന്റെ നോർമൽ സൈസ് ആട്ടോ ഞാൻ എടുത്തത്, ഓവർ സൈസ് ആയതുകൊണ്ട്. പക്ഷെ മീഡിയം തന്നെ അത്യാവശ്യം നല്ല ഒരു ഫിറ്റിൽ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു സൈസ് ലെസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പൊ സ്മോൾ ആയിരുന്നെങ്കിൽ ഏകദേശം കറക്റ്റ് ആ ഒരു ഫിറ്റിൽ വരും. ഇത് പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു സ്മോൾ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ സൈസ് എടുക്കുമ്പോൾ നോക്കുക. നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സൈഡ് ഞാൻ കാണിച്ചിരുന്നത് എഗെയിൻ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ് കേട്ടോ. ഓവർ സൈസ്ഡ് ഷർട്ട്സ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെയർ ചെയ്യാൻ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഷർട്ട്സ് വെയർ ചെയ്യാൻ. എവിടെ നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യുമ്പോൾ ഷർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഒരുപാട് ഷർട്ട്സ് ഞാൻ ഇതേപോലെ ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടില്ല കേട്ടോ. ഇത് വന്നിട്ട് ടോക്കിയോ ടർക്കീസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. അപ്പം അതിന് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടത് വന്നിട്ടുള്ളത്. ഇതും ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. പക്ഷെ അത് നേരത്തെ കാണിച്ചത് കുറച്ചും കൂടെ ഒരു തിക്ക് ആയിട്ട് വരുന്നതാണ്. പക്ഷെ ഇത് നല്ല കംഫർട്ടബിൾ ആട്ടോ നമുക്ക് വേറെ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോത്ത് ആട്ടത്. അത്യാവശ്യം നോക്കിയാൽ മനസ്സിലാവും, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ആട്ടോ. അപ്പൊ ഇതും ഓവർ സൈസ്ഡ് ആണ്. നല്ല നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും പല രീതിയിൽ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് നല്ല ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ വൈറ്റ് കളറിൽ വരുന്ന ബട്ടൺസ് ആണ്. പിന്നെ അതുപോലെ ഒരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന് നമ്മളൊരു പോക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു അപ്പ് ആൻഡ് ഡൗണിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പ് ആൻഡ് ഡൗൺ മോഡൽ വന്നിട്ടുള്ള കേട്ടോ. ഇതിന്റെ സ്ലീവ്സ് അതുപോലെ സ്ലീവ്സ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ്. സ്ലീവ്സിന്റെ അറ്റത്ത് ഇതുപോലെ അങ്ങനെ ഒരു ബട്ടൺസ് വൈറ്റ് ബട്ടൺസ് സ്ലീവ്സിന്റെ അറ്റത്ത് അതുപോലെ ഒരു വൈറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ. ലാർജ് സൈസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. അത്യാവശ്യം നല്ല ഓവർ സൈസ്ഡ് ആണ്. സൈസ് നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ എനിക്ക് ലാർജ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. ലാർജ് മീഡിയം അപ്പം അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലാർജ് യൂസ് ചെയ്തത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ്. അപ്പൊ ഇത് വന്നിട്ട് 370 രൂപയാട്ടോ ഇതിന്റെ പ്രൈസ്. ആ ഒരു പ്രൈസിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. ശരിക്കും ആക്ച്വൽ പ്രൈസ് 1000 സംതിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓഫർ ആയതുകൊണ്ടാണ് തോന്നുന്നു 370 രൂപയ്ക്ക് കേട്ടോ. ആ ഒരു പ്രൈസിന് അടിപൊളിയാണ്. ഇതുപോലെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. സ്ട്രൈപ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളതാണ്. നല്ല അഫോർഡബിൾ ആണ്. അതുപോലെ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ നമുക്ക് വെയർ ചെയ്യാൻ. അത്രയും നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു പ്രൈസിനാണെങ്കിൽ ഇപ്പോൾ ഓഫറിലായിരിക്കും ഒരു പ്രൈസ്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഓഫറിലുള്ള ടൈമിൽ ഇതുപോലെ നല്ല ഷർട്ട്സും കാര്യങ്ങളൊക്കെ മിന്ത്രയിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള
ഷർട്ട്സ്, ബ്രാൻഡഡ് ഷർട്ട്സ് ഒക്കെ ആയിട്ട് കിട്ടുക. അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ച ഡ്രസ്ബെറി, അതുപോലെ ടോക്കിയോ ടാക്കീസ്, ഇതിന്റെ ഒക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഇങ്ങനെ ഓഫർ ടൈമിൽ നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിച്ചിരുന്നത് ഒരു ദുപ്പട്ട സെറ്റ് ആണ് കേട്ടോ. 3 പീസ് സെറ്റ് ആണ് കാണിക്കുന്നത്. നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ടോപ്പ് വന്നിട്ട് അതുപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പ്ലെയിൻ ആയിട്ടുള്ളതാണ്, ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല, ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് മാത്രമാട്ടോ വരുന്നത്. ഇതിന്റെ നെക്ക് ഇതാ വന്നിട്ട് ഇതുപോലെ ഒരു വി നെക്കാണ്. നെക്കിന്റെ അവിടെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയിട്ട് കാണാന്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സ്ലീവ്സിന്റെ അവിടെ അറ്റത്തും ഇതുപോലെ ആ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് അനൗക് എന്ന് പറയുന്നൊരു മിന്ത്രയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ കുർത്തി സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബ്രാൻഡിൽ ഒരുപാട് ഇതുപോലത്തെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി. ഇതിന്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഇതിന്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ലിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, 2 സൈഡിലും സ്ലിറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പൊ ഇതൊരു നമ്മളെ ആലിയ കട്ടിൽ വരുന്ന ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ ഒരു കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ആ ഒരു ഫ്രണ്ടിന്റെ ആ ഒരു പോർഷനിലും നമ്മളെ ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ സൈഡ് സ്ലിറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു നീറ്റായിട്ട് നമുക്ക് നല്ലൊരു ഫിറ്റിൽ കിട്ടും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലും നമുക്ക് ഒരു പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു 3 പീസ് സെറ്റ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ഫിറ്റിൽ വരുന്നിട്ടുള്ള ഒരു പാന്റ് ആണ് കേട്ടോ. ഒരുപാട് ലൂസ് ആയിട്ടുള്ള, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള കുറച്ചൊരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പാൻസ് ആണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇതിന്റെ ബാക്ക് പോർഷനിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇതായി ഈ ഒരു ടൈപ്പിലാട്ടോ ഈ പാൻസ് വന്നിട്ടുള്ളത്. പാന്റും സെയിം ആ ഒരു കളറിൽ, വേറെ വർക്കും ലൈസ് ഡീറ്റെയിലിംഗ് ഒന്നും വരുന്നില്ല, സെയിം ആ ഒരു ഇതിൽ വന്നിട്ടുള്ള പാൻസ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ വന്നിട്ട് ദുപ്പട്ടയാണ്. ഇതിന്റെ ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ വന്നിട്ട് നല്ല ഒരു ഡാർക്ക് പിങ്ക് കളറിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ദുപ്പട്ടയിലാണ് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുപോലെ നല്ലൊരു ഫ്ലവർ പ്രിന്റിൽ വന്നിട്ടുള്ള ആ ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ അതിന്റെ ഫുൾ സൈഡ്സിലും ഇതുപോലെ ഒരു ഗോൾഡൻ ലേസിന്റെ ഡീറ്റെയിലിംഗും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ദുപ്പട്ട അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ ഇതിന്റെ ഈ ദുപ്പട്ടയിൽ വന്നിട്ടുള്ള ഈ ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു ഫ്ലവർ പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ നമ്മളിത് ഫേഡായി പോകുന്നൊന്നും അറിയില്ല, ആഫ്റ്റർ വാഷ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ കുറെയൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പം ഫേഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല വേർത്താട്ടോ, നല്ല ഒരു പ്രൈസിലാണ്. 731 രൂപ വരുന്നുണ്ട് ഈ ഒരു പ്രൈസിന്. ആ ഒരു പ്രൈസിന് നമുക്ക് നല്ല ഓക്കെ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. കാരണം ആ ഒരു പ്രൈസിന് നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലിലൊക്കെ വന്നിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഈ ഒരു ബ്രാൻഡിൽ ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന 700-800 ഉള്ളിൽ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് കുർത്തി സെറ്റ്സ് ഒക്കെ കാണും കേട്ടോ. നമുക്ക് എത്തനിക് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഇതും അത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. മിന്ത്രയിൽ നിന്ന് നമ്മൾ ട്രൈ ആക്കിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. ഒരുപാടൊന്നുമില്ല, ഒരു 3 പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഈ ഒരു കൺസീലർ പാലറ്റ് ആണ് കേട്ടോ. കൺസീലർ പാലറ്റ് എന്ന് പറയുമ്പോൾ കൺസീലറും കോണ്ടൂറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ പാലറ്റ് ആയിട്ട് വരുന്ന കേട്ടോ. ഇപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ഈ ഒരു ബിഗിനേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. മേക്കപ്പ് ഒക്കെ ബിഗിനർ ആണ് മേക്കപ്പ് ചെയ്യുന്നതിൽ, അപ്പൊ നമുക്ക് അവർക്ക് ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു കൺസീലർ പാലറ്റ് ആണ് കേട്ടോ. അപ്പൊ അതുപോലെ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്, 200 ആ ഒരു റേഞ്ചിൽ വരുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതിന്റെ പ്രൈസ് ചെറിയൊരു പ്രൈസ് ഉള്ളെങ്കിലും പക്ഷേ ഇത് പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഈ ഒരു കളേഴ്സിൽ ഈ ഓറഞ്ച് കളർ വന്നിട്ട് ആ ഒരു കളർ കറക്റ്റ് നമുക്ക് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് നമുക്ക് ഡാർക്ക് സർക്കിൾസ് അതുപോലത്തെ പിമ്പിൾസ് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ആദ്യം ഫസ്റ്റ് നമുക്ക് ഈ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു കൺസീലർ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതിൽ ഈ ഒരു കൺസീലർ ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ ഡാർക്ക് സർക്കിൾസും ആ ഒരു മാർക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു പ്രൈസ് ചെറിയൊരു പ്രൈസ് ആണെങ്കിൽ പോലും പെർഫോമൻസിന് ഒരു മോശമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ അഫോർഡബിൾ ആയിട്ടൊക്കെ ഒരു കൺസീലർ പാലറ്റ് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിൽ ഈ ഒരു ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് എന്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു കൺസീലറും അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ
നോക്കി നോക്കുക. ഞാൻ അതിൽ നോക്കിയാൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ട് ഇതിലും അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക, രണ്ട് സൈഡിലുള്ള ആ ഒരു ചേഞ്ച് മനസ്സിലാവും കേട്ടോ നിങ്ങൾക്ക് കാണുമ്പം. അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ല ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺസീലർ കോണ്ടൂർ പാലറ്റ് ആണ് കേട്ടോ. എല്ലാം കൂടെ വരുന്ന ഒറ്റ ഒരു ഇതിൽ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഇൻസൈറ്റിന്റെ പ്രൊഡക്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത്. ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതിനേക്കാൾ നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ആ ഒരു പ്രൈസിൽ നമുക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഇൻസൈറ്റിന്റെ പ്രൊഡക്ട്സ് ഒക്കെ അടിപൊളിയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു കൺസീലർ പാലറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മാൾസിന്റെ ഒരു മസ്കാരയാണ് കേട്ടോ. ഇത് വന്നിട്ട് വോളിമൈസിങ് വാട്ടർ പ്രൂഫ് ആൻഡ് സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള ഒരു മസ്കാരയാണ്. അപ്പം ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് 200 ബിലോ ആയിട്ട് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ ഞാൻ വാങ്ങിക്കുമ്പോൾ 194 വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഒരു 18 hours വരെയൊക്കെ സ്റ്റേ ചെയ്യുന്നാട്ടോ പറയുന്നത്. അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് തന്നെ കേട്ടോ. ഇതിന് കുഴപ്പമൊന്നുമില്ല. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല വേർത്ത് ആണ് നമുക്കിത്. വോളിമൈസിങ് ആണ്, അതുപോലെ സ്മഡ്ജ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മസ്കാരയാണ് കേട്ടോ. ഒരുപാട് പൈസയൊന്നും നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്ന നല്ലൊരു മസ്കാരയാണിത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് സ്റ്റേജിന്റെ 9 ഡോൺ ലൈ മാറ്റി ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് വന്നിട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് 200 ആ ഒരു റേഞ്ചിലാട്ടോ ഞാൻ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട്. അപ്പൊ ഇത് വന്നിട്ട് ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് കൊക്കോ ക്രഷ് 06 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ആണ് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന, ഓൾ ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ സൂട്ട് ആവുന്ന ഒരു ഷെയ്ഡ് ആണ് കേട്ടോ. അത് വന്നിട്ട് ഒരു 12 hour വരെയൊക്കെ നമുക്കിത് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ, പക്ഷെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഫെയ്ഡായി പോവും. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ലിപ്സ്റ്റിക് ആണ്. അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറെയൊക്കെ ഒരു 12 hour വരെയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇത് ഫെയ്ഡായി പോയാലും ചെറിയ ആ ഒരു ടിന്റ് നമ്മുടെ ആ ഒരു ഇതിൽ ഉണ്ടാവും കേട്ടോ, ലിപ്പിൽ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന, ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പൊ എനിക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഇതിലാട്ടോ ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ചിലപ്പം ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഡ്രസ്സിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പോസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അതുപോലെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോയുടെ താഴെ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങളുടെ DM-ലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് വരും. പിന്നെ വേറെ എന്താ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.